ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന വസ്തുത ഇത് ഈ തോതിൽ രാജ്യത്ത് മറ്റെവിടെയും കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. നമ്മുടെ സംസ്ഥാനത്ത് മാത്രമാണ് ഇത്ര വിപുലമായ വിപണി ഇടപെടൽ നടക്കുന്നതും വിലക്കയറ്റം ഫലപ്രദമായി തടഞ്ഞു നിർത്താൻ കഴിയുന്നത്. അത് കൃത്യമായൊരു കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ്. സാധാരണക്കാര്, പാവപ്പെട്ടവര് വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടാൻ പാടില്ല. ആ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് സംസ്ഥാന സർക്കാർ ഈ രംഗത്ത് ഇടപെടുന്നത്. നമ്മുടെ കേരളം ഭക്ഷ്യോൽപാദന രംഗത്ത് നല്ല രീതിയിൽ മുന്നേറുന്നൊരു ഘട്ടമാണിത്. നെല്ലിന്റെ കാര്യത്തില് ഉൽപാദനക്ഷമത നല്ലതുപോലെ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. നാളികേരത്തിന്റെയും ഉൽപാദനക്ഷമത വർദ്ധിക്കുകയാണ്. കൃത്യമായി ടാർഗറ്റ് നിശ്ചയിച്ചുകൊണ്ട് ഇടപെടുന്ന രീതിയാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. കാർഷികോൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന നടപടികളും സ്വീകരിക്കുക. ഉൽപാദനത്തിൽ വർധനവുണ്ടാകുന്നതുകൊണ്ട് മാത്രം വിലക്കയറ്റം പിടിച്ചു നിർത്താനാവില്ല. ജനങ്ങളുടെ വാങ്ങൽ ശേഷി കൂടി വർദ്ധിക്കേണ്ടതുണ്ട്. അതിനാണ് ഉത്സവ സീസണുകളിൽ കൃത്യമായി ഇതുപോലുള്ള ഫെയറുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ആളുകൾക്ക് കൂടുതൽ സാധനങ്ങൾ വാങ്ങാനുള്ള ശേഷി ഉണ്ടാക്കുന്നത്. ഈ വർഷത്തെ സപ്ലൈകോയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകളാണ് ഇന്ന് തുടക്കമാകുന്നത്. അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ സ്വാഗത പ്രസംഗത്തിൽ ശ്രീ നോഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഞാനത് ആവർത്തിക്കുന്നില്ല. 13 അവശ്യ സാധനങ്ങൾ സബ്സിഡി നിരക്കിലും, ശബരി ഉൽപ്പന്നങ്ങൾ, ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് ഇവയൊക്കെ 10 മുതൽ 20% വരെ വിലക്കുറവിലും ഇവിടെ ലഭിക്കും. അതോടൊപ്പം തന്നെ പ്രമുഖ കമ്പനികളുടെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ ഓഫറുമുണ്ട്. ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകളിലും സംസ്ഥാനത്തെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും വിവിധ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് നൽകി വരുന്ന വിലക്കുറവിന് പുറമെ 10% വരെ അധിക വിലക്കുറവ് നൽകുന്ന ഫ്ലാഷ് സെയിൽ സ്കീമും ഇത്തവണ ഉണ്ടാകും. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 4 വരെയായിരിക്കും ഈ സൗകര്യം ലഭ്യമാവുക. ഇത് പൊതുജനങ്ങൾ നല്ല നിലക്ക് പ്രയോജനപ്പെടുത്തണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ മേളയുടെ ഉദ്ഘാടനം സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുകയും ചെയ്യുന്നു.